വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അച്ഛൻ കുറേ ജീവിതമൊക്കെ കണ്ടിരിക്കാം. പക്ഷേ സാധാരണക്കാരുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ അച്ഛൻ വെറും ബിഗ് സീറോ മാത്രമാണ്. അവർക്കുണ്ട് ആത്മാഭിമാനവും മനസ്സും എല്ലാമൊക്കെ. അതച്ഛനെ മനസ്സിലാക്കാനായിട്ട് എന്ന് കഴിയുന്നുവോ അന്നേ അച്ഛൻ്റെ ഈ മനസ്സിലെ കറകളൊക്കെ മാറത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അമ്മേ ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മോനെ ശിവ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ വന്ന ഇടയ്ക്ക് അമ്മയെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നിർമ്മല വിളിക്കുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ കമലിനെയും കൂട്ടി ശിവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം ശിവൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ട് മഹേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം നിർമ്മല ചോദിക്കുന്നുണ്ട്, മഹേട്ട മകൻ്റെ മുന്നിൽ ഇത്രയും ചെറുതാവണമായിരുന്നു ചോദിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ മഹേന്ദ്രൻ ഇങ്ങനെ ശിവൻ പറഞ്ഞത് ആലോചിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ശിവനാണെങ്കിൽ നേരെ സത്യഭാമയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം കമലിനില്ല. കളക്ഷനും കിട്ടിയ പൈസയൊക്കെ ഇങ്ങനെ സത്യഭാമയെ കൊടുക്കുന്നുണ്ട്, ഓരോരുത്തരെയായിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം പിള്ള ഒരുപാട് ദിവസം കയറി ഇറങ്ങി നടന്നതാണ്. പിള്ളയെ കാണുമ്പോൾ അയാൾ അങ്ങോട്ട് മുങ്ങും എന്ന് പറഞ്ഞിട്ട് ആരുടെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അന്നേരം ആളെ ഫോണിൽ വിളിച്ചപ്പോൾ എനിക്ക് ഏകദേശം സ്വഭാവം പിടികിട്ടി, എന്തായാലും വീട്ടിൽ പോയി തന്നെ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ഇനി അയാളുമായിട്ട് ബിസിനസ് വേണ്ടാന്ന് പറയുമ്പോൾ അങ്ങനെ വിട്ട് കളയണ്ട, ഇനി കറക്റ്റായിട്ട് അയാൾ തരും, അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം പൈസ വാങ്ങിക്കുമ്പോൾ ഭാമയ്ക്ക് ആകപ്പാട് സന്തോഷമാകുന്നുണ്ട്. പിള്ള അടുത്ത് നിൽക്കുകയാണ്. തുടർന്ന് വേറെ പൈസ എടുത്ത് കൊടുത്തിട്ട് ഇത് SI സോമശേഖരൻ്റെ എന്ന് പറയുകയാണ്. അന്നേരം അയാളുടെ കാശ് കിട്ടിയോ? അത് തരില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തിന് തരാതിരിക്കണം, നമ്മൾ പലിശയ്ക്ക് കൊടുത്തതല്ലേ, അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചെടുക്കണം. പിന്നെ എൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോഴേ ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി, ഞാൻ പിന്നെ അങ്ങനെ പോകില്ല എന്ന് മനസ്സിലായി, അതുകൊണ്ട് കാശ് വാങ്ങിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് വേറെയും കൊടുക്കാനുള്ളതൊക്കെ അങ്ങോട്ടത്തേക്ക് കൊടുക്കുന്നുണ്ട്, അതെല്ലാം വാങ്ങി വയ്ക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, പോയിട്ട് 1-2 ഇടങ്ങളിൽ കയറാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശിവൻ അങ്ങോട്ട് തിരിയാൻ തുടങ്ങുമ്പോൾ മോനെ വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് രാഘവൻ നായർ ഇറങ്ങി വരികയാണ്. അന്നേരം ദേ വരുന്നുണ്ട്, ഇന്ന് നിന്നെ വിടുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം പിന്നെ നീ എങ്ങോട്ട് പോകുവാടാ, വന്നിട്ട് എൻ്റെ അടുത്തിരിക്കാതെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാതെ നീ എങ്ങോട്ട് പോകുക, ഇങ്ങോട്ട് വന്നേന്ന് വിളിക്കുകയാണ്. അന്നേരം സത്യഭാമയോട് ശിവനിങ്ങനെ പറയുന്നുണ്ട്, സത്യമ്മ പൊയ്ക്കോ, ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് പൊയ്ക്കോളാന്ന് പറയുകയാണ്. അന്നേരം എന്തുവാടാ നീ വിളിച്ചത്, സത്യാമ്മയെന്നോ, എങ്കിൽ പിന്നെ എന്നെ രാഘവേട്ടാന്ന് വിളിയടാ, അമ്മയെന്ന് വിളിയടാന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യഭാമയെ തന്നെ ഇങ്ങനെ ശിവൻ നോക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, വിളിയടാ അമ്മയെന്ന് എന്നിങ്ങനെ വിരട്ടി പറയുമ്പോൾ അമ്മയെന്നിങ്ങനെ ശിവൻ സത്യഭാമയെ വിളിക്കുമ്പോൾ ഭാമ ഇങ്ങനെ ശിവനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ശിവൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു വിളിക്കുന്നതായിട്ടാണ് ഭാമയ്ക്ക് തോന്നുന്നത്. വിഷ്ണുവിനെ ശിവനെ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ രാഘവൻ നായർ പറയുകയാണ്, അങ്ങനെ തന്നെ വേണം എന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും ശിവൻ പറയുന്നുണ്ട്, അമ്മ പൊയ്ക്കോ, ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് പൊയ്ക്കോളാന്ന് പറയുകയാണ്. അന്നേരം നീ എങ്ങോട്ടും പോകുന്നില്ല, നിന്നെ ഞാൻ വിടത്തൊന്നുമില്ല, അച്ഛനോട് ഇന്നലെ വന്നിട്ട് എന്നെ കണ്ടില്ലല്ലോ, അതിൻ്റെ ശിക്ഷയാണെന്ന് കരുതിയാൽ മതി, നീ എൻ്റെ അമ്മ പറയുന്നത് എപ്പോഴും കേട്ടാൽ ശരിയാവില്ല, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ബലമായിട്ട് ശിവനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അന്നേരമാണെങ്കിൽ ഇത് കണ്ടില്ലേ പിള്ളയെ കാണിക്കുന്നതൊക്കെ എന്നിങ്ങനെ ഭാമ പറഞ്ഞുകൊണ്ട് ഇവനെ ഇന്ന് വിടത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാമയും പിള്ളയും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. ശിവനെ കൊണ്ടുപോയി അവിടെ രാഘവൻ നായർ സോപാനത്തിലേക്ക് ഇരുന്നിട്ട് ശിവനെയും പിടിച്ചിരുത്തുകയാണ്. ഭാമയെ കാണുമ്പോൾ ശിവനെ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഇരിക്കട അവിടെ എന്ന് പറയുകയാണ്. അന്നേരം അത് സത്യാമ്മയെന്ന് പറയുമ്പോൾ സത്യാമ്മയോ എന്ന് പറയുകയാണ്. അന്നേരം അല്ല അമ്മേ, ഞാൻ പിന്നെ ഇവിടെ ഇരുന്നോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമയും പറയുന്നുണ്ട്, ശിവ നീ ഇപ്പോൾ പോകണ്ട, പിന്നെ രാഘവേട്ടൻ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിക്കോളും, അപ്പോൾ നിനക്ക് പോകാമെന്ന് പറയണം, അല്ലെങ്കിൽ ആകെ ബഹളമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം പിള്ളയും പറയുന്നുണ്ട്, അതേ ശിവൻകുഞ്ഞെ, പിന്നെ രാഘവൻ സാർ ഉറങ്ങിയതിന് ശേഷം കുഞ്ഞിന് പോകാനുള്ള വഴിയൊക്കെ ഞാൻ തുറന്നു തരാമെന്ന് പറയുമ്പോൾ എന്താടോ പിള്ളയെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മരുന്നിൻ്റെ കാര്യമാണെന്ന് പറയുമ്പോൾ പിന്നെ താൻ കുറേ പറയുമെന്നും പറഞ്ഞ് രാഘവൻ നായർ പറഞ്ഞിട്ട് നീ ഒരിടത്തേക്കും പോകണ്ട, എൻ്റെ അടുത്തിരുന്നാൽ മതി, പിന്നെ നിന്നെ വളർത്ത് വലുതാക്കിയത് ഞാനല്ലേ, അപ്പോൾ നിൻ്റെ ചട്ടമ്പി തരമൊക്കെ എനിക്കറിയാം, നിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞ് ശിവനെ എങ്ങ് നോക്കുകയാണ്. അന്നേരം പൊന്നി അതെല്ലാം കാണുന്നുണ്ട്. പിള്ളയും ഭാമയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് കുറേശ്ശെ ദേഷ്യം വരുന്നുണ്ട്. ഭാമ പറയുകയാണ്, ബോധം ഇല്ലാതായാലും ഇങ്ങനെ പിന്നെ പയ്യനെ ചെറുക്കനെ പിടിച്ചിരുത്തി വധിക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അന്നേരം സഹിക്കുക, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, നീ എങ്ങും പോകണ്ട കേട്ടോ, നീ ഇവിടെ ഇരിക്കണം, എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ശിവനെ അങ്ങ് അടിപൊളി നോക്കിയിരിക്കുകയാണ്. രാഘവൻ നായർ ശിവനൊന്നും പറയാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേസമയം അവിടെ യോഹന്നാൻ്റെ വീട്ടിൽ സമയമാണെങ്കിൽ ഡെയ്സിയോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നും പെൺമക്കൾ തന്നെയാണ് അമ്മമാരുടെ ആദി, പിന്നെ അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പിന്നീട് വളർത്തി വലുതാക്കിയതെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അമ്മച്ചി ഇതൊക്കെ എന്തിനാണ് എന്നോട് ഇപ്പോൾ പറയുന്നത് ചോദിക്കുമ്പോൾ നിന്നെ മിന്നുകെട്ട് എനിക്ക് കാണണം, അതും കൂടി ആയാലേ അമ്മച്ചിക്ക് ആശ്വാസമാവുകയുള്ളൂ, അതിൻ്റെ കാര്യം നീ എന്ത് പറയുന്നു ചോദിക്കുന്നുണ്ട്. അന്നേരം ശിവൻ്റെ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ
പിന്നെ ശിവൻ നിന്നെ ശിവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് നീ അവനെ മറക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മച്ചി എന്താ പറഞ്ഞു വരുന്നതെന്നും പറഞ്ഞ് ഡെയ്സി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ശിവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തെക്കുറിച്ച് നീ അറിഞ്ഞില്ലേ? നിന്നെ അവൻ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് അവന് മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നീ ശിവനെ മറക്കണമെന്ന് പറയുമ്പോൾ പിന്നെ എന്ന് ചോദിക്കുമ്പോൾ നീ ഡേവിസിനെ വിവാഹം കഴിക്കണമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനും ഭേദം അമ്മച്ചിക്ക് എനിക്ക് കുറച്ച് വേഷം തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ശിവൻ്റെ കൂടെ ജീവിച്ചാലും നിനക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ കണ്ണീരും കൈയുമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണുങ്ങൾ ഇപ്പോൾ ഇല്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത്. നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മച്ചി പറയുന്നതൊന്നും ഞാൻ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ശിവന് ഇപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ശിവൻ എന്നെ വെറുത്താലും ഞാൻ ശിവനെ വെറുക്കാതിരുന്നാൽ പോരെ ചോദിക്കുമ്പോൾ നിൻ്റെ കഴുത്തിൽ അവൻ തെറ്റി താലി വരെ പൊട്ടിച്ച് കളഞ്ഞില്ലേ, ഇനി എന്തിനാണ് നീ കാത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആണ് ഡെയ്സി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ വെറുക്കാതിരുന്നാൽ പോരെ, അതുകൊണ്ട് അമ്മച്ചീനോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് എൽസമ്മയെ തട്ടി മാറ്റിയിട്ട് ഡെയ്സി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ പോയി അപ്പുറത്തെ മുറിയിലേക്ക് പോയിട്ടും ഡെയ്സി ആലോചിക്കുന്നുണ്ട്. എൽസമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നുണ്ട്. ശിവനെ വിവാഹം കഴിച്ചാൽ എനിക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിങ്ങനെ വിഷമിച്ച് ഡെയ്സി ഇരിക്കുകയാണ്. അതിനുശേഷം അവിടെ ഫാമയുടെ വീട്ടിലാണെങ്കിൽ ശിവനും സത്യയും പപ്പിയും കൂടി ഇരുന്ന് ക്യാരംസ് കളിക്കുകയാണ്. ഹാളിലാണ്, ടീപ്പോയിൽ വെച്ചാണ് കളിക്കുന്നത്. ശിവൻ തറയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കുട്ടികളും അതേപോലെ തറയിൽ ഇങ്ങനെ മുട്ടുകുത്തി ഇന്ന് കളിക്കുകയാണ്. കൂടെ രാഘവൻ നായരും പൊന്നിയും ഒക്കെ ഉണ്ട്. അന്നേരം ശിവനാണെങ്കിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അന്നേരം ശിവനെങ്കിലേ പുലിയാണ് എന്നിങ്ങനെ പിള്ള പറയുമ്പോൾ പുലിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഞങ്ങളെ സിംഹക്കുട്ടികളാണ് എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം ഈ സത്യയുടെയും പപ്പിയുടെയും സൈഡ് പൊന്നിയും ശിവൻ്റെ സൈഡ് പിള്ളയുമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓരോ നെരികേറ്റിയൊക്കെ ഒരു കളിക്കുകയാണ്. അന്നേരം കളി ഇപ്പം കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പെണ്ണുങ്ങളും അത്ര മോശമല്ല എന്നൊക്കെ പൊന്നിയും പറയുകയാണ്. അന്നേരം പക്ഷേ സത്യ പറയുന്നുണ്ട് ഇത് ഇപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് സത്യ കളിക്കുന്നുണ്ട്, പക്ഷേ ഇത് വീഴുന്നില്ല. തുടർന്ന് അവരിങ്ങനെ വളരെ ആവേശത്തോടെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട്. പക്ഷേ വണ്ടി വരുന്നതെന്ന് ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ദേ കണ്ടോ ഇപ്പോൾ വീഴുന്നത് എന്നിങ്ങനെ ശിവൻ പറഞ്ഞു വരുമ്പോൾ പകുതിയാകുമ്പോൾ തന്നെ ശാലിനി ഇങ്ങനെ കാണുമ്പോൾ ശിവനിങ്ങനെ അങ്ങ് നോക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഒന്ന് പേടിച്ചെന്ന പോലെ ഇങ്ങനെ ശാലിനിയെ നോക്കുകയാണ്. ശാലിനി ആകെ ദേഷ്യത്തിലാണ് ഈ സീൻ കണ്ടുകൊണ്ട് വരുന്നത്. അന്നേരം സത്യയും പപ്പിയും ഒക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഇതെല്ലാം കണ്ടിട്ട് ശാലിനി ഇങ്ങനെ പൊന്നിയോട് ചോദിക്കുകയാണ്, പൊന്നിക്ക് അടുക്കളയിൽ ജോലിയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അതെന്നും പറഞ്ഞ് തപ്പുമ്പോൾ പോയി ചായ എടുക്കുക എന്ന് പറയുമ്പോൾ പൊന്നി അങ്ങ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലേ, പോയിരുന്ന് പഠിക്കുക, ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോയിരുന്ന് പഠിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ പിള്ളച്ചേട്ടൻ ഇവരോടൊപ്പം കൂടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിള്ളേരെയും വിളിച്ചുകൊണ്ട് പിള്ളയാണെങ്കിൽ അങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പിന്നെ എടുത്തു വെച്ചോളാം, നിങ്ങൾ റൂമിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് പിള്ളേരെയും കൊണ്ട് പോവുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ഇങ്ങനെയില്ല ശാലിനിയിലെ പേടിയോടൊക്കെയാണ് നോക്കുന്നത്, എതിർത്തൊന്നും പറയുന്നില്ല. എന്നിട്ട് ശിവൻ പതുക്കെ അങ്ങോട്ട് തറയുന്ന അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ജോലിയോട് വളരെ കൂറുള്ളവനാണെന്ന് പറഞ്ഞല്ലോ, ജോലി കഴിഞ്ഞാൽ വീട്ടിൽ പോകാനായിട്ട് പാടില്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ക്യാരംസ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞത് കൊണ്ട് ഒന്ന് ഇരുന്നേ ഉള്ളൂ. പിന്നെ സത്യമ്മ പറഞ്ഞിട്ടാണ് നിന്നത്, രാഘവൻ സാറ് വിടുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് നിങ്ങൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇനി എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങളിവിടെ ജോലി ചെയ്യുന്നതിന് എനിക്കൊരു എതിർപ്പുമില്ല, പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് കഴിവതും തിരിച്ചു പോകാനായിട്ട് നോക്കുക, അത്രയും കാരുണ്യമെങ്കിലും എന്നോട് കാണിക്കുക പ്ലീസ് എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ തൊഴുത് കാണിച്ചിട്ട് ആകെ ദേഷ്യത്തോടെ ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു വിഷമിച്ച് എന്ന പോലെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ശാലിനി എതിർത്തവിടെ ശിവനാണെങ്കിൽ സംസാരിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും ഒരു മയപ്പെടുത്തി സംസാരിക്കാനാണ് ശിവനവിടെ ശ്രമിക്കുന്നത്. അതിനുശേഷം റൂമിൽ പോയി ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ഓട്ടോയിലാണ് ശിവൻ വീട്ടിലേക്ക് പോകുന്നത്, താമസ സ്ഥലത്തേക്ക് പോകുന്നത്. ശിവൻ ഇങ്ങനെ ശാലിനി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ട് തന്നെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ കഴിവതും ഞാൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോകാൻ നോക്കുക എന്ന് പറഞ്ഞത് ശിവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും. അതേസമയം അവിടെ രാത്രി കുടുംബശ്രീ വീട്ടിൽ പിന്നെ ശാരദാമ്മയാണെങ്കിൽ ശാരികയ്ക്കും ശ്യാമയ്ക്കും ഭക്ഷണം വിളമ്പുന്നുണ്ട്. അന്നേരം ഇന്ന് ചീരത്തോരൻ, നാളെ വാഴക്കൂമ്പ്, മറ്റന്നാ അത് എന്നൊക്കെ പറഞ്ഞ ഓരോ തോരനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്ന പച്ചക്കറികളെല്ലാം എന്നെ കൊണ്ട് കഴിപ്പിക്കാനാണോ എന്നിങ്ങനെ ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് നിനക്ക് വേണ്ടി തരുന്നതല്ല, നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് ഭക്ഷണം രണ്ടുപേർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഹോട്ടലിലെ ഭാരമുള്ള ജോലിയൊന്നും ചേച്ചി ചെയ്യണ്ട,
പിന്നെ ഒരു സഹായത്തിന് പോലും ആരുമില്ല, എന്തെങ്കിലും വന്നാൽ ആശുപത്രി കൊണ്ടുപോകാൻ വണ്ടി വിളിക്കാൻ പോലും ഒരാളില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാന്തയോട് 1-2 മാസം ഇവിടെ വന്ന് നിൽക്കാൻ പറയാം, ശാന്ത കടയിൽ വന്നാലേ ശാരികയ്ക്ക് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ശാരദാമ്മ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ശാരിക പറയുന്നുണ്ട്, ഇന്ന് അവിടെ ആ കുമാരനാണെങ്കിൽ, തല്ലുള്ളി കുമാരനാണെങ്കിൽ കടയിൽ വന്ന് എന്തോ ഒരു അനാവശ്യങ്ങളാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ അവനിത് എന്തിൻ്റെ സൂക്കേടാന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പറയുകയാണ്, ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ, അയാൾ നോക്കുമ്പോൾ ആൺതുണയൊന്നുമില്ല, മുമ്പൊക്കെ വിഷ്ണുവേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ വിഷ്ണു എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ, ഏത് പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു, ഇനിയിപ്പോൾ ആ പെണ്ണുമായിട്ട് എവിടെയെങ്കിലും പോയി താമസിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുമ്പോൾ ശാരദമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ്. നീയൊക്കെ എന്താ പെൺപിള്ളേരെ പറയുന്നത്, പിന്നെ ജീവനുള്ള ഒരാളിനെ കുറിച്ച് പറയുന്നത് പോലെയാണോ ഭൂമിയിൽ ഇല്ലാത്ത ഒരാളിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നിങ്ങനെ പെട്ടെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അമ്മ എന്തോ പറയുന്നത്, ഭൂമിയിൽ ഇല്ലാത്ത ആളോ എന്ന്. നേരമാണ് ശാരദാമ്മ പെട്ടെന്ന് പറയുന്നുണ്ട്, അല്ല കാണാനില്ല, സ്ഥലത്തില്ല, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളിങ്ങനെ കണ്ടതുപോലെ സംസാരിക്കരുത്, വിഷ്ണു ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഇവിടെ ഒരു ആൺതുണയില്ലല്ലോ, അച്ഛനാണെങ്കിൽ ആ ട്രാവൽസിൽ ജോലി കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരാറേ ഇല്ല, പിന്നീട് പിന്നെ വിഷ്ണു ഇവിടെ ഇല്ല, പിന്നെ വേറെ ആരും നമുക്കൊരു സഹായത്തിനില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, രാജീവോ അവൻ്റെ ബന്ധുക്കളോ ഇങ്ങോട്ടത്തേക്ക് വരാറില്ല, പിന്നെ ഉള്ളത് രോഹിത്താണെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് പിന്നെ സത്യാമ്മയുടെ സാരത്തുമ്പിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ ഇവിടെ വന്ന് ജീവിക്കാനായിട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ആരുടെയും സഹായം വേണ്ട, നിൻ്റെ അച്ഛൻ്റെ സഹായമൊന്നും ഇല്ലാതെ ആണല്ലോ നിങ്ങൾ 3 പേരെയും പ്രസവിച്ചതും വളർത്തിയതും ഒക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ധൈര്യപൂർവ്വം ജീവിക്കുക, അത്രേ ചെയ്യേണ്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഇനി മേലാ വിഷ്ണുവിനെ കുറിച്ച് അനാവശ്യമായിട്ട് ഓരോന്ന് പറയരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് 2 പേരും അങ്ങോട്ടിരുന്ന് കഴിക്കാൻ നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവരങ്ങ് കഴിക്കുന്നുണ്ട്, ശാരദാമ്മയും കഴിക്കുന്നുണ്ട്. എന്നിട്ടും ശാരദാമ്മ ജ്യോത്സ്യം പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇയാളുടെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറി, അപ്പോൾ 1 വർഷം ആത്മാവായിട്ട് നമ്മുടെ കൂടെ കാണും എന്നിങ്ങനെ പറഞ്ഞത് ആലോചിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അമ്മ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്നിങ്ങനെ ശാരി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വീണ്ടും ഒരു ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം ശിവനാണെങ്കിൽ ആ താമസിക്കുന്ന ലോഡ്ജിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം റിസപ്ഷനിലേക്ക് ചെന്നിട്ട് താക്കോലും ചോദിക്കുമ്പോൾ അത് പിന്നെ സാറിൻ്റെ ഭാര്യ നേരത്തെ വന്ന് താക്കോലും വാങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഭാര്യയൊന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ ഭാര്യയാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശിവൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. റൂമിങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഡെയ്സി അവിടെ കട്ടിലിരിപ്പുണ്ട്. അന്നേരം നീ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ നീ എങ്ങനെ ഇവിടെ എത്തിയും ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ പോട്ടെ, ഇന്ന് മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതെന്താ ശരിയാവാത്തത്, പിന്നെ ഭർത്താവ് എവിടെയാണോ താമസിക്കുന്നത് അവിടെയല്ലേ ഭാര്യയും താമസിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ലോഡ്ജാണ്, ഇവിടെ നിന്നെ നിർത്തിയാൽ ഒരിക്കലും ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതെന്താ ശരിയാവാത്തത്, നിങ്ങൾ ഇവിടെയല്ലേ താമസിക്കുന്നത്, അതുപോലെ ഞാനും ഇവിടെ, എൻ്റെ ഊണും ഉറക്കവും ഒക്കെ ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഡെയ്സി ഇങ്ങനെ തലവണയൊക്കെ എടുത്ത് മാറ്റിയിട്ട് കട്ടിലേക്ക് അവർ കിടക്കാനുള്ളൊരു ശ്രമം തന്നെയാണ്. അപ്പോൾ ശിവനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഡെയ്സി അവിടെ ശിവൻ നിർത്തത്തൊന്നുമില്ല, മിക്കവാറും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ യോഹന്നാൻ അവിടെ കലി കയറുമായിരിക്കും. പിന്നീട് ഇനി ആ ഒരു ശാലിനി ആണെങ്കിൽ ആ നേരത്തെ ശിവനോട് ദേഷ്യപ്പെട്ടതും ആ ഒരു കാര്യങ്ങളും പിന്നീട് വിഷ്ണുവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തകളും ഒക്കെ തന്നെയാണ്. ആ ഒരു വിഷ്ണുവിൻ്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.